യൂത്ത് കോൺഗ്രസിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ കൂടിയുള്ള ശ്രമമാണ് ഉള്ളവരെയെല്ലാം ഉൾപ്പെടുത്തിയുള്ള KPCC ഭാരവാഹി പട്ടിക. ഒറ്റനോട്ടത്തിൽ KC പട്ടിക എന്ന് തോന്നാമെങ്കിലും എയും ഐയും ആവശ്യപ്പെട്ടവരൊക്കെ ഇതിലിടം നേടിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയായി 59 പേർ. ആരെ ഒഴിവാക്കാൻ? 19A 17I. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നതിനാൽ പഴയ ഗ്രൂപ്പുകളല്ല ഇപ്പോൾ കോൺഗ്രസിൽ. ഐ എന്നും എ എന്നും പറയുമ്പോഴും പലരും അധികാര കേന്ദ്രമായ KC വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്നവർ. സ്വാഭാവികമായും KC പട്ടിക ആകുന്നതും അതിനാൽ തന്നെ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടത്തുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് 100% പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നത്. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ എല്ലാവരും ഉണ്ടാ വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. പരിഭവം K മുരളീധരനും K സുധാകരനും. ശിഥിലമായ A ഗ്രൂപ്പിന് കിട്ടിയത് തന്നെ കൂടുതൽ എന്ന സ്ഥിതിയാണ് പലയിടത്തും. മൂന്നാം തുടർ തോൽവി ഒഴിവാക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട പാർട്ടിയാണ് പാർട്ടി പദവികളിൽ തട്ടി നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രഖ്യാപനം ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങാനും സമയമെടുക്കും.